എൻ്റെ പേര് ഹബീബ്. ഞാൻ 2010 മുതൽ അക്കൗണ്ടന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. എനിക്ക് അക്കൗണ്ട്സിൽ ഏകദേശം 14-15 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. ഞാൻ ഏകദേശം 6ഓളം കമ്പനിയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷെ എൻ്റെ അഭിപ്രായത്തിൽ അക്കൗണ്ടിങ് ജോബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഒരു ബോറിംഗ് ആയിട്ടുള്ള ഒരു ജോബാണ്. നമ്മൾ ഒരു രാവിലെ നിന്ന് വൈകുന്നേരം വരെ കടമ തീർക്കുന്നുണ്ട്. പക്ഷെ ഒരിക്കലും എനിക്ക് അതിനോടൊരു കമ്മിറ്റ്മെന്റ് തോന്നിയില്ല. ഹലോ ഗൈസ്, എൻ്റെ പേര് ഹുസൈൻ ഹബീബ്. ഞാൻ 2020 മുതൽ അക്കൗണ്ടന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നുള്ളത്. ഇപ്പൊ ഞാൻ ഒരു ഫൈനാൻഷ്യൽ അനലിസ്റ്റ് എന്നുള്ളൊരു പോസ്റ്റിലോട്ടാണ് ഞാൻ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ അക്കൗണ്ടന്റ് എന്നുള്ള ഒരു ജോലിയിലാണ് 2020 സ്റ്റാർട്ട് ചെയ്തത്. ബേസിക്കലി ഞാൻ MBA കഴിഞ്ഞു, അതേപോലെ CMA ഒക്കെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ ജോബിൽ വരുന്ന പൊതുവെയുള്ള കാര്യങ്ങളും എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ 2025 ഒരു ലേറ്റസ്റ്റ് അക്കൗണ്ടന്റ് ആവാൻ നിങ്ങൾ ട്രൈ ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളും, അതേപോലെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ച് നിങ്ങൾക്ക് എങ്ങനെ വർക്ക് ചെയ്യാം എന്നുള്ള കാര്യത്തെ കുറിച്ചാണ് നിങ്ങളോട് ഈ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത്. അപ്പൊ എൻ്റെ ഒരു കേസിൽ എനിക്ക് അക്കൗണ്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ടുള്ള ഒരു ടാസ്ക് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. ഞാൻ ഒരു നോർമൽ കേസിൽ 10 മണിക്ക് ഓഫീസിലെത്തുന്നു, 4:30-5 മണി ആകുമ്പോഴേക്ക് ഞാൻ ഫ്രീ ആകാറുണ്ട്. 5 മണിക്ക് തന്നെ ഞാൻ തിരിച്ച് വീട്ടിലോട്ട് ഡ്രൈവ് ചെയ്യും. എനിക്ക് വീക്ക്ലി 3 days ഓഫാണ്. ഫ്രൈഡേ, സാറ്റർഡേ, സൺഡേ ഓഫാണ്. ബേസിക്കലി നമ്മളെ എൻട്രീസ് ഫസ്റ്റ് വരുന്ന ഡാറ്റ എൻട്രിയും കാര്യങ്ങളാണ് ഞങ്ങൾ യൂസ് ചെയ്യുന്നത്. ടാലി സോഫ്റ്റ്വെയർ ആണ്. അപ്പൊ ടാലി സോഫ്റ്റ്വെയറിൽ നമ്മുടെ ഇൻവോയ്സും കാര്യങ്ങളും അതേപോലെ ബാങ്കിങ്ങും കാര്യങ്ങളും ഇതെല്ലാം ചെയ്തു വരുമ്പോൾ തന്നെ നമുക്ക് ഒരു ദിവസത്തെ 100 എൻട്രീസ് ചെയ്തു വരുമ്പോൾ തന്നെ നമ്മുടെ ഡയറിയിലുള്ള സമയം തീർന്നു പോകും. 8-9 നമ്മുടെ മണിക്കൂറുകൾ അതിനു വേണ്ടിയിട്ട് വേസ്റ്റ് ആയി പോകും. പിന്നെ അതിൻ്റെ ഇടയിൽ സത്യം പറഞ്ഞ ചോറ് തിന്നാൻ പോലും നമുക്ക് സമയം കിട്ടാറില്ല. രാവിലെ ഒരു 8 മണിക്ക് ഡ്യൂട്ടി തുടങ്ങി കഴിഞ്ഞാൽ വൈകുന്നേരം 7 മണി വരെ ഡ്യൂട്ടിയാണ്. അതിൻ്റെ ഇടയിൽ എക്സസൈസോ നല്ല രീതിയിൽ ഭക്ഷണം കഴിക്കാനോ പോലും സമയം കിട്ടാറില്ല. അതേപോലെ തന്നെ റിപ്പോർട്ട് ഒന്നും പ്രിപ്പയർ ചെയ്യാൻ നമുക്ക് വേണ്ട രീതിയിലുള്ള സമയം കിട്ടാറില്ല. ഡാറ്റ എൻട്രി തന്നെയാണ് ഏത് നേരവും അക്കൗണ്ട്സിലെ ജൂനിയർ ലെവലിലുള്ള ഞാൻ ഏകദേശം 10 വർഷമായിട്ട് ജൂനിയർ ലെവലിൽ തന്നെയാണ് നിന്നിട്ടുള്ളത്. എനിക്ക് മേലോട്ടുള്ള ഗ്രോത്ത് ഒന്നും കിട്ടിയില്ല. അതിന് കാരണം എനിക്ക് വേറെ ഒന്നും പഠിക്കാനും അല്ലെങ്കിൽ മുന്നോട്ട് പോകാനുള്ള ചാൻസ് കിട്ടിയിട്ടില്ല. അപ്പോൾ എൻ്റെ ടാസ്കിൽ എനിക്ക് പ്രധാനമായിട്ട് ഒരു ടാസ്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് ഡാറ്റ എൻട്രി വരുന്നുണ്ട്, അതേപോലെ ലൈസിംഗ് വിത്ത് അതർ ഡിപ്പാർട്ട്മെന്റ്സ് വരുന്നുണ്ട്, റിപ്പോർട്ടിംഗ് ആൻഡ് പ്രസന്റേഷൻസ് വരുന്നുണ്ട്, പിന്നെ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് വരുന്നുണ്ട്, റീകൺസിലേഷൻ വരുന്നുണ്ട്, അതേപോലെ വിഷ്വലൈസേഷൻ ഓഫ് ഡാറ്റ വരുന്നുണ്ട്, അതേപോലെ ടാക്സസ് വരുന്നുണ്ട്. അങ്ങനെ ഒരുപാട് ഡിപ്പാർട്ട്മെന്റ് അറിയാണ്. ഒരു അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുമ്പോൾ ഒരു കമ്പനിയുടെ പ്രധാനപ്പെട്ട ഏതൊരു ഓർഗനൈസേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഉള്ളൊരു ഡിപ്പാർട്ട്മെന്റ് ആണ്. അതിന്റെ ലൈഫ് ടൈം നമുക്ക് ആവശ്യമുള്ള ഡിപ്പാർട്ട്മെന്റ് ആണ് ഫൈനാൻസ്, അതുപോലെ അക്കൗണ്ട്സ് എന്നുള്ള ഡിപ്പാർട്ട്മെന്റ്. അതുപോലെ മലയാളികളൊക്കെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് ഉള്ള ഒരു ഫീൽഡും കൂടിയാണ് അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെന്റ്. മലയാളികളെ നമുക്ക് ഇവിടെ ദുബായിലൊക്കെ കൺസിഡർ ചെയ്യുമ്പോൾ ബാക്കിയുള്ള നാഷണാലിറ്റീസ് അല്ലെങ്കിൽ ബാക്കിയുള്ള ഇന്ത്യയിലെ സ്റ്റേറ്റ്സിന്റെ ഇടയിൽ തന്നെ മലയാളീസിനും മദ്രാസിനും പ്രത്യേക ഒരു പരിഗണനയും വിശ്വാസമുണ്ട്. അത്രയും കാലമായിട്ട് മലയാളികളുടെ അടുപ്പവും നമുക്കറിയാം. 1960-50 മുതൽ തന്നെ മലയാളികൾ ഇവിടെ എത്തി ഇത്തരത്തിലുള്ള ജോബുകൾ ചെയ്തിട്ടുള്ളവരും, അതേപോലെ നമ്മളുടെ വിശ്വസ്തയും ഭാഗം, അതേപോലെ മാത്തമാറ്റിക്കൽ സ്കില്ല് നമുക്ക് കൂടുതലാണ്. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങളെ ഇപ്പോഴുള്ള ഒരു നോർമൽ അക്കൗണ്ടന്റ് ജോബിൽ നിന്ന് മാറ്റി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് യൂസ് ചെയ്ത് എന്നെ പോലെ ഒരു അക്കൗണ്ടന്റ് ആയിട്ട് വർക്ക് ചെയ്യാന്നുള്ള കാര്യങ്ങളും ഞാൻ യൂസ് ചെയ്യുന്ന സംഭവങ്ങളാണ് നിങ്ങളോട് പറയുന്നത്. ബേസിക്കലി ഡാറ്റ എൻട്രി എന്ന് പറഞ്ഞാൽ വളരെയധികം ടൈം കൺസ്യൂമിങ് ചെയ്യുന്ന സംഭവമാണ്. ഞാൻ ടാലി സോഫ്റ്റ്വെയർ ആണ് യൂസ് ചെയ്യുന്നത്. പക്ഷെ ഞാൻ പൈതൺ എന്നൊരു കോഡിംഗ് സ്കില്ല്, ആ സ്കില്ല് ഞാൻ പഠിച്ചത് കൊണ്ട് എനിക്ക് ഒട്ടുമിക്ക ഡാറ്റ എൻട്രീസും എളുപ്പത്തിൽ തീർക്കാൻ സാധിക്കും. എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ആണെങ്കിൽ അത് നമ്മൾ എക്സലോ XML ഡൗൺലോഡ് ചെയ്ത് ജസ്റ്റ് നമ്മൾ പൈതൺ കോഡിങ്ങും ആ സ്ക്രിപ്റ്റ് നമ്മൾ റൺ ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് അത് ടാലിയിലോട്ട് അപ്ലോഡ് ആയിരിക്കും. അല്ലെങ്കിൽ നമുക്ക് XML ഡയറക്റ്റ് അപ്ലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ നമ്മളൊരു പർച്ചേസ് ഇൻവോയ്സ്, സെയിൽസ് ഇൻവോയ്സ്, സെയിൽസ് ഓർഡർ, അത് അത്തരത്തിലുള്ള സംഭവങ്ങളാണെങ്കിൽ നമ്മളത് ജസ്റ്റ് സ്കാൻ ചെയ്ത് നമ്മുടെ സിസ്റ്റത്തിലോട്ട് അപ്ലോഡ് ചെയ്ത് അത് നമ്മൾ XML സ്ക്രിപ്റ്റ് പ്രകാരം നമുക്ക് ഓട്ടോമേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ നമ്മൾ XML ആയിട്ട് കൺവേർട്ട് ചെയ്യാനും അത് ഡയറക്റ്റ് നമുക്ക് ടാലിയിലോട്ട് അപ്ലോഡ് ചെയ്യാനും സാധിക്കും. അപ്പോൾ 100-200 പേജ് പോലും നമുക്ക് ഒരുമിച്ച് പെട്ടെന്ന് ഒറ്റ സിംഗിൾ ഷോട്ടിൽ, അതായത് പൈതൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ യൂസ്ഫുൾ ആയിട്ട് സംഭവമാണ്. ഇപ്പോൾ ഞാൻ 2020
എന്റെ MBA കോഴ്സ് കഴിഞ്ഞതിന് ശേഷം ഞാൻ ആദ്യം തന്നെ പഠിക്കാൻ ശ്രമിച്ച ഒരു സ്കില്ലായിരുന്നു പൈത്തൺ എന്ന് പറയുന്നത്. കോഡിങ്ങിലും IT-യിലൊക്കെ എനിക്ക് ഇൻട്രസ്റ്റ് ഉള്ളതുകൊണ്ട് ഞാൻ പഠിച്ചു. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരാഴ്ച ചെയ്യേണ്ട ജോബെല്ലാം നമുക്ക് ഹാഫ് ആൻ അവർ 2 മണിക്കൂറിൽ മാക്സിമം നമുക്ക് തീർത്ത് സാധിക്കും. ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ഒക്കെ ഓട്ടോമേറ്റ് ചെയ്യാൻ മാത്രമുള്ള സംഭവങ്ങൾ ഈസി അയച്ചാൽ. അതേപോലെ തന്നെ ഡാറ്റ എൻട്രി ഈ പൈത്തൺ എന്നുള്ള സ്കില്ലുള്ളതുകൊണ്ട് നമുക്ക് പല രീതിയിലുള്ള ഡിഫറെന്റ് കൈൻഡ് ഓഫ് ഡാറ്റ എൻട്രീസ് നമുക്ക് സിമ്പിൾ ആയിട്ട് ഞാനിപ്പോൾ യൂസ് ചെയ്യുന്ന ടാലിയിൽ എനിക്ക് മാനേജ് ചെയ്യാൻ സാധിക്കുന്നത്. പിന്നെ ലേസിംഗ് വിത്ത് അതർ ഡിപ്പാർട്ട്മെന്റ്സ്, നമുക്കിപ്പോൾ ഞങ്ങൾക്ക് സെയിൽസ് ഓർഡറും കാര്യങ്ങളും എല്ലാം സെയിൽസ് ഡിപ്പാർട്ട്മെന്റ് ആണ് നമുക്ക് അയച്ചു തരാം. അപ്പോൾ അത് ഡയറക്റ്റ് ഇപ്പൊ അറിയാലോ എല്ലാവരും വാട്സപ്പിലാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ വാട്സപ്പിന് നമുക്ക് വാട്സപ്പ് കണക്ടർ API ഉണ്ട്, വാട്സപ്പ് API ഉണ്ട്, ടാലി കണക്ടർ ഉണ്ട്. അപ്പൊ ഈ API യൂസ് ചെയ്തിട്ട് നമ്മൾ സെയിൽസ് പേഴ്സൺസ് ചെയ്യുന്ന സമയത്ത് തന്നെ അതിന്റെ പൈതൺ സ്ക്രിപ്റ്റിങ്ങും APIയും ഈ 2 സംഭവങ്ങളും നമ്മൾ ചെയ്തതിന്റെ സെർവറിൽ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് വാട്സപ്പ് വഴി വരുന്ന സെയിൽസ് ഓർഡറുകൾ അത് പൈത്തൺ കൺവേർട്ട് ചെയ്ത് ഡയറക്റ്റ്ലി നമ്മളെ ടാലിയിൽ അത് എൻറ്റർ ചെയ്യും. അതിന് ടാലി കണക്ടർ വാട്സപ്പിന്റെ API നമുക്ക് അവൈലബിൾ ആണ്. ടാലിയുടെ വെബ്സൈറ്റിൽ തന്നെ നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. അതിലുള്ള കുറച്ച് സ്ക്രിപ്റ്റും കാര്യങ്ങളും നമ്മൾ പൈത്തൺ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് A to Z സെയിൽസ് ഓർഡേഴ്സ് ടാലിയിൽ ഇതേപോലെ സിങ്ക്രണൈസ് ചെയ്യാൻ സാധിക്കും. അപ്പൊ അവരയക്കുന്നു, അത് ഓട്ടോമാറ്റിക് ആയി സിസ്റ്റത്തിൽ ക്രിയേറ്റ് ചെയ്യും. അപ്പൊ അതിന് നമുക്ക് പ്രത്യേകിച്ച് എഫർട്ട് എടുക്കേണ്ട ആവശ്യമില്ല, നമ്മൾ ജസ്റ്റ് ചെക്ക് ചെയ്താൽ മാത്രം മതി. അതുപോലെ HR ഡിപ്പാർട്ട്മെന്റിന്റെയും ബാക്കിയുള്ള ഡിപ്പാർട്ട്മെന്റിന്റെയും സംഭവങ്ങളെല്ലാം ഗൂഗിൾ ഡ്രൈവിലും അതെല്ലാം ഓട്ടോമാറ്റിക് ആയിട്ട് അവർ സേവ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ അതും നമുക്ക് സ്ക്രിപ്റ്റിംഗ് ഉപയോഗിച്ച് നമുക്ക് ചെക്ക് ചെയ്യാനും അതിന്റെ കാര്യങ്ങൾ വെരിഫൈ ചെയ്യാനും പേജിലേക്ക് ക്രിയേറ്റ് ചെയ്യാനും അത്തരത്തിലുള്ള സംഭവങ്ങളെല്ലാം മന്ത് എൻഡിൽ നമുക്ക് ജസ്റ്റ് ഗൂഗിൾ ഡ്രൈവിൽ ചെക്ക് ചെയ്യും, ഗൂഗിൾ ഷീറ്റിലോട്ട് കൺവേർട്ട് ചെയ്ത് നമുക്ക് ChatGPT പ്ലഗിൻ യൂസ് ചെയ്ത് വെരിഫൈ ചെയ്യാനും അതിന് സമ്മറൈസേഷൻ ക്രിയേറ്റ് ചെയ്ത് പേജിലേക്ക് നമുക്ക് ഓട്ടോമാറ്റിക് ആയി ജനറേറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ലേസിംഗ് വിത്ത് ദാറ്റ് ഡിപ്പാർട്ട്മെന്റ് ആണ് സെക്കൻഡ് വരുന്നത്. വേറൊരു ഡിപ്പാർട്ട്മെന്റ് പ്രധാനമായിട്ടും നമുക്ക് അക്കൗണ്ട്സിൽ വരുന്നത്, എന്റെ ടാസ്ക് വരുന്നത് റിപ്പോർട്ടിംഗ് ആണ്. എന്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള സംഭവമാണ് റിപ്പോർട്ടിംഗ്. അതേപോലെ എന്റെ റിപ്പോർട്ട്സ് എല്ലാം ഇഷ്ടപ്പെട്ടത് കൊണ്ടാണ് എന്റെ കോഴ്സ് എനിക്ക് എന്റെ സ്റ്റാർട്ടിങ് സാലറി ഇപ്പൊ എനിക്ക് എന്റെ സാലറി എനിക്ക് 10,000 ദിറംസിന്റെ മേലെ എനിക്ക് ഏൺ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ അതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്റെ റിപ്പോർട്ട്സ് മാനേജ്മെന്റിന് വളരെയധികം ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ നോർമൽ ആയിട്ടുള്ള ന്യൂമറിക്കൽ റിപ്പോർട്ട്സ് അല്ല ഞാൻ മാനേജ്മെന്റിന് പൊതുവെ പ്രസന്റ് ചെയ്യാറുള്ളത്. ഞാൻ ടാബ്ലൂ അല്ലെങ്കിൽ പവർ BI യൂസ് ചെയ്തിട്ടുള്ള അഡ്വാൻസ്ഡ് ഡാഷ്ബോർഡ്സ് ആണ് മാനേജ്മെന്റിന് പ്രസന്റ് ചെയ്യാറുള്ളത്. അപ്പൊ മാനേജ്മെന്റിന് നമുക്കറിയാം, ഇപ്പോൾ നോർമൽ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റോ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെന്റോ അല്ലെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് കൊണ്ടോ നോക്കിയത് കൊണ്ട് മാനേജ്മെന്റിന് പ്രത്യേകിച്ച് ഒന്നും മനസ്സിലാകത്തില്ല. അതുകൊണ്ട് തന്നെ ടാബ്ലൂ റിപ്പോർട്ട്സ് അല്ലെങ്കിൽ പവർ BI യൂസ് ചെയ്തിട്ടുള്ള വിഷ്വലൈസ്ഡ് റിപ്പോർട്ട്സ് ഏത് മാനേജ്മെന്റിനും എളുപ്പത്തിൽ മനസ്സിലാക്കാനും അത് ഉപയോഗിച്ച് അവർക്ക് ഡിസിഷൻസ് എടുക്കാനും സാധിക്കും. അതേപോലെ ടാബ്ലൂ പവർ BIയിലോട്ട് നമ്മൾ പൈതൺ കൂടി ഇൻകോർപ്പറേറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾക്ക് പഴയ ഒരു 5 വർഷത്തെ ഡാറ്റ അല്ലെങ്കിൽ ഒരു വർഷത്തെ ഡാറ്റ ഉപയോഗിച്ച് നമുക്ക് ഫോർകാസ്റ്റ് ചെയ്യാനും വരുന്ന ഒരു വർഷത്തിൽ ബിസിനസ്സിൽ എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടാകാം, ഫൈനാൻഷ്യലി എന്തൊക്കെ സംഭവങ്ങളാണ് സംഭവിക്കുക എന്നുള്ള സംഭവങ്ങൾ ഫോർകാസ്റ്റ് ചെയ്യാൻ പൈതൺ കോഡിംഗ് ഉപയോഗിച്ച് നമുക്ക് ടാബ്ലൂയിലും പവർ BIയിലും നമുക്ക് സാധിക്കും. അപ്പൊ ഇത്തരത്തിലുള്ള റിപ്പോർട്ടുകൾ ഉള്ളതുകൊണ്ട് തന്നെ എന്റെ റിപ്പോർട്ടുകളിൽ മാനേജ്മെന്റ് സാറ്റിസ്ഫൈഡ് ആണ്, എന്റെ ഹയർ മാനേജേഴ്സ് സാറ്റിസ്ഫൈഡ് ആണ്, ഡയറക്ടേഴ്സ് സാറ്റിസ്ഫൈഡ് ആണ്. അതുകൊണ്ട് തന്നെ എനിക്ക് റിപ്പോർട്ട്സ് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് എന്റെ ഒരു പ്രധാനപ്പെട്ട, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ടാസ്കും മാനേജ്മെന്റിന് എന്റെ ഏറ്റവും നല്ല രീതിയിലുള്ള സ്കില്ലായിട്ടും അവർ കൺസിഡർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഞാനൊരു ഫൈനാൻഷ്യൽ അനലിസ്റ്റ് എന്ന രീതിയിൽ എന്റെ നെക്സ്റ്റ് ജോബ് ട്രൈ ചെയ്യുന്ന സമയത്ത് ഞാൻ ഫൈനാൻഷ്യൽ അനലിസ്റ്റ് ആയിട്ടാണ് ട്രൈ ചെയ്യുന്നത്. അതിന് സാലറി സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ 15,000 എബവ് ആണ്. അപ്പോൾ നല്ലൊരു സ്കോപ്പുള്ള ഒരു ജോബാണ്. 15,000 ദിറംസിന്റെ മേലെ എനിക്ക് സാലറി ചെയ്യാൻ സാധിക്കും. അതിന്റെ പ്രധാനപ്പെട്ട സ്കില്ലാണ് SQLും അതേപോലെ പൈത്തണും ടാബ്ലൂയും പവർ BIയും എല്ലാം. പിന്നെ നമുക്ക് ഇപ്പോൾ എന്റെ ഡാറ്റാസ് എല്ലാം നമ്മൾ ടാലിയാണെങ്കിലും ടാലിയുടെ എല്ലാ ഡാറ്റാസും സേവ് ചെയ്യുന്നത് നമ്മളൊരു സെർവറിലാണ്. അപ്പൊ ആ സെർവറിലുള്ള ഡാറ്റാസ് മാനേജ് ചെയ്യാൻ ഞാൻ യൂസ് ചെയ്യുന്ന വേറൊരു ടൂളാണ് SQL, സ്ട്രക്ചേർഡ് ക്വയറി ലാംഗ്വേജ്, SQL എന്നുള്ള പറയുന്നത്. അപ്പൊ ഈ ലാംഗ്വേജ് യൂസ് ചെയ്തിട്ടാണ് ഇത് പഠിച്ചാൽ, ഈ ടൂൾ യൂസ് ചെയ്താൽ മാത്രമേ നമുക്ക് നമ്മുടെ സെർവറിലുള്ള ഡാറ്റ ക്യാച്ച് ചെയ്ത് നമുക്ക് അത് പവർ BIയിൽ യൂസ് ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പോൾ ഈ SQL, പവർ BI, ടാബ്ലൂ, അതേപോലെ അഡ്വാൻസ്ഡ് എക്സൽ ഫങ്ഷൻസ്, പൈത്തൺ, ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉള്ളതുകൊണ്ടാണ് എനിക്ക് ഡാറ്റ എൻട്രി അതേപോലെ റീകൺസിലേഷൻ ഒക്കെ ചെയ്യാൻ നമുക്ക് ജസ്റ്റ് ബാങ്ക് സ്റ്റേറ്റ്മെന്റ് അപ്ലോഡ് ചെയ്യുക, നമുക്ക് എക്സലിൽ
ടാലിയിൽ നിന്ന് ഡയറക്റ്റ് റിപ്പോർട്ട് നമുക്ക് എക്സലിലോട്ട് കൺവേർട്ട് ചെയ്താൽ ഓട്ടോമാറ്റിക് ആയിട്ട് നമുക്ക് ജസ്റ്റ് ഒരു സ്ക്രിപ്റ്റ് റൺ ചെയ്യുക. നമ്മുടെ BBയിലൊക്കെ റൺ ബട്ടൺ അടിക്കുന്ന പോലെ പൈതണിൽ ജസ്റ്റ് റൺ അടിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് അതിന്റെ റീകൺസിലേഷൻ ചെയ്ത് ഏതൊക്കെ എൻട്രീസ് ആണ് ഫ്ലാഗ്ഡ് എന്ന് നമുക്ക് കറക്റ്റ് ആയിട്ട് നമുക്ക് മനസ്സിലാക്കി. റീകൺസിലേഷൻ ഒക്കെ സിമ്പിൾ പ്രൊസീജിയർ ആണ്. അപ്പോൾ ബേസിക്കലി എന്റെ അക്കൗണ്ട്സ് ജോബ് ഞാൻ വളരെയധികം കുറച്ച് സമയം മാത്രമേ റിപ്പീറ്റേറ്റീവ് ആയിട്ടുള്ള ടാസ്കുകൾക്ക് സമയം ചെലവാക്കുന്നുള്ളൂ. ബാക്കിയുള്ള സമയത്ത് ഞാൻ വ്യത്യസ്തമായുള്ള റിപ്പോർട്ടുകൾ തയ്യാറാക്കാനും മാനേജ്മെന്റിനും ഓരോ ഡിപ്പാർട്ട്മെന്റിനും സെയിൽസ് പെർഫോമൻസ്, പർച്ചേസ് പെർഫോമൻസ്, ഓരോ മെറ്റീരിയൽസിന്റെയും കൺസ്ട്രക്ഷൻ റേറ്റ്, അതിന്റെ പ്രോഫിറ്റബിലിറ്റി റേറ്റ്, ഓരോ ലൊക്കേഷൻ ബേസിലുള്ള പ്രോഫിറ്റ്, അത്തരത്തിലുള്ള ഡിഫറെന്റ് ആയിട്ടുള്ള റിപ്പോർട്ട്സ് പ്രസന്റ് ചെയ്യാനാണ് ഞാൻ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കാറുള്ളത്. അതുപോലെ തന്നെ എനിക്ക് വീക്കിലി അറ്റ്ലീസ്റ്റ് 3 days എങ്കിലും എനിക്ക് ഫ്രീ ടൈം കിട്ടാറുണ്ട്. അതുകൊണ്ട് എനിക്ക് ട്രാവൽ ചെയ്യാനും എന്റെ ഫിറ്റ്നസ് കാര്യങ്ങൾ നോക്കാനും വളരെയധികം ഹാപ്പിയാണ്. പിന്നെ ഫൈനാൻഷ്യൽ അനലിസ്റ്റ് എന്ന രീതിയിൽ ഞാൻ പുറത്തോട്ട് ജോബ് സെർച്ച് ചെയ്യുന്ന സമയത്തും യൂറോപ്പിലാണെങ്കിലും GCC എവിടെയാണെങ്കിലും നല്ല സ്കോപ്പ് ഉണ്ട്. ഇന്ത്യയിൽ തന്നെ ആണെങ്കിൽ ഇന്ത്യയിൽ സെറ്റിൽ ചെയ്യാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സ്കോപ്പുള്ള ഒരു ജോബാണ് ഫൈനാൻഷ്യൽ അനലിസ്റ്റ്. അപ്പോൾ ഒരു അക്കൗണ്ടന്റ് MBA കഴിഞ്ഞ് ഞാനിപ്പോ CMAയും ഈ ഫൈനാൻഷ്യൽ അനലിസ്റ്റ് എന്നൊരു സംഭവം ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു അക്കൗണ്ടന്റ് എന്നുള്ളതിൽ ഞാൻ വളരെ രീതിയിൽ ഹാപ്പിയാണ്. ഞാൻ 5,000 dirham സാലറി സ്റ്റാർട്ട് ചെയ്താണെങ്കിൽ കൂടി എനിക്ക് 12,000 മേലെ ഏൺ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ആസ് എൻ അക്കൗണ്ടന്റ് AI ടൂൾ യൂസ് ചെയ്തിട്ട് എന്റെ ലൈഫ് ഹാപ്പിയാണ്.